ഗസയിൽ ബോംബാക്രമണം നിർത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ഇസ്രായേൽ ഇന്നും ആക്രമണം തുടർന്നു എന്നാണ് വാർത്ത. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഗസയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ 20 സമാധാന പദ്ധതിയിൽ നാളെ ഈജിപ്തിൽ ചർച്ചകൾ കൂടി നടക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം ശ്രീജിത്ത്. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇന്നും സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറന്നില്ല? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന ലക്ഷണമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഹമാസ് പൂർണ്ണമായും ഈ കരാറുമായി ഒത്തുവരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോഴും ആ 20 കരാറിൽ ഏതൊക്കെ ഭാഗങ്ങൾ അംഗീകരിക്കണം എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വീണ്ടും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ 20 കരാർ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന വാക്ക് കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ആവർത്തിക്കുന്ന ഒരേ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഹമാസ് പൂർണ്ണമായും ഈ 20 കരാറുമായി ട്രംപ് മുന്നോട്ട് വെച്ച കരാറുമായി അംഗീകരിച്ചു പോകുന്നില്ല എങ്കിൽ നിങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് ഇന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ ഈജിപ്തിലെ കെയ്റോയിൽ സമാധാന ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഈ 20 കരാറിന്മേലുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. അതിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്, ട്രംപിന്റെ മരുമകൻ പങ്കെടുക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഹമാസിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നാളത്തെ യോഗത്തിന്റെ നാളത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണേണ്ടത്. കാരണം ഹമാസിന്റെ പ്രതിനിധികൾ ഇതുവരെ ഈ അടുത്ത സമീപകാലത്തൊന്നും ഇത്തരമൊരു ചർച്ചയിൽ, അതായത് ഇസ്രായേലിനെയും അമേരിക്കൻ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ ഹമാസിന്റെ പ്രതിനിധികൾ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് നാളെ ഹമാസിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്ന ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ 20 ചർച്ചകൾ 20 കരാറിൽ ഹമാസ് പൂർണ്ണമായും അംഗീകരിക്കാൻ ഹമാസ് ഇപ്പോഴും സന്നദ്ധരല്ല. അതിൽ ബന്ദികളെ വിട്ടു നൽകുമെന്ന കാര്യം മാത്രമാണ് ഹമാസ് ഇപ്പോഴും ഉറപ്പ് നൽകുന്നത്. ഇപ്പോൾ 40ഓളം പേരാണ് ഹമാസിന്റെ കൈവശം ഉണ്ട് എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. അതിൽ 16ഓളം പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇസ്രായേൽ മനസ്സിലാക്കുന്നു. അവരെ ഹമാസ് വിട്ടു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ, അതായത് നിരായുധീകരണം അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഗസയിൽ ഇപ്പോഴും ഈ കരാറിന് ശേഷവും ഗസയിൽ ഹമാസ് തുടരുകയാണ്, അല്ലെങ്കിൽ തുടരാൻ പോവുകയാണ്. ഗസയിലെ ഭാവിയിൽ വരാൻ പോകുന്ന ഗസ സർക്കാരിൽ അധികാരം പങ്കിടാൻ കൂടി ഹമാസ് സന്നദ്ധമാണ് എന്ന രൂപത്തിലാണ് ഹമാസിന്റെ നിലപാട്. പക്ഷേ ആ നിലപാടുമായി ഇസ്രായേലും അമേരിക്കയും, ആ നിലപാടിനെ അംഗീകരിക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറായിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോഴും ട്രംപ് സംസാരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായും ഗസ വിട്ടു പോകേണ്ടതുണ്ട്. ഈ 20 കരാറിൽ ഇപ്പോഴും പറയുന്നത് ഗസയിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല, നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ളൊരു വഴി തുറന്നു തരാം എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും ആ ഒരു നിലപാട് അംഗീകരിക്കാൻ ഇപ്പോഴും ഹമാസ് സംഘം തയ്യാറായിട്ടില്ല. നാളത്തെ ചർച്ചയിൽ സാധാരണഗതിയിൽ നാളത്തെ ചർച്ചയിൽ ഹമാസ് ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയവും ഞങ്ങൾക്ക് ഗസയിൽ നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ ഗസയിൽ നിലനിർത്താനുള്ള ഒരു സാവകാശം സമയം തരണമെന്നായിരിക്കും ഒരുപക്ഷെ നാളത്തെ ചർച്ചയിൽ ഹമാസിന്റെ പ്രതികൾ ആവശ്യപ്പെടുക. പക്ഷേ അത് അംഗീകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിൽ ഏറ്റവും പ്രധാനം ട്രംപിന്റെ മരുമകൻ തന്നെ നേരിട്ട് നാളത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ട്രംപിന്റെ ഓരോ വശവും, ട്രംപിന്റെ ഓരോ മർമ്മവും അറിഞ്ഞ് പെരുമാറേണ്ട ആളുകൾ തന്നെയാണ് നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നാളത്തെ ചർച്ച ഏറെ നിർണായകമാണ്. കാരണം തീവ്ര വലതുപക്ഷ വിഭാഗം, ഇപ്പോഴത്തെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ വിഭാഗം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് പൂർണ്ണമായി യുദ്ധത്തിലൂടെ മാത്രമേ ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും. അങ്ങനെ ഈ യുദ്ധം ഇപ്പോൾ തുടരണമെന്ന ആവശ്യത്തെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ട്രംപിനോ ബെഞ്ചമിൻ നെതന്യാഹുവിനോ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു കരാർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചും അവിടെ ചെറിയ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കരാറുമായി മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം ഇന്നും പറയുന്നത് കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ഹമാസിന് രക്ഷപ്പെട്ടു പോകാനോ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുമുള്ള അവസരമുണ്ടാകും. ഗസയെ പൂർണ്ണമായും ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയാക്കി മാറ്റിയെടുക്കാനുള്ള സഹായം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാം, അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി പോകാനുള്ള അവസരവും നൽകാമെന്നാണ് ഇസ്രായേലിന്റെ വാദവും. എന്തായാലും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. ആ നിലപാടിലാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും ഇപ്പോഴും ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഇന്നലെയും ഇന്നുമായി ഈ കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇന്നലെയും ഇന്നുമായി അതിരൂക്ഷമായ ബോംബാക്രമണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബോംബാക്രമണം നടത്താൻ പാടില്ല എന്ന് ട്രംപ് ഒരു വശത്ത് പറയുന്നു, അവിടെ ആക്രമണം നടത്തുന്നില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ലോകം കാണുന്നത് ഗസയിൽ ഇപ്പോഴും അതിരൂക്ഷമായ ആക്രമണം നടത്തുന്നു. പൂർണ്ണമായും അവിടെയുള്ള അവസാന താളെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും അവിടെ നടക്കുന്നത്. താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. എന്തായാലും ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.